വിഷയം മാമോദീസായിലൂടെ ക്രിസ്തുവിലുള്ള സ്വത്വബോധം എന്നതാണ്. ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ് ത്രൂ ബാപ്റ്റിസം. ഈ വിഷയത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വേദ വായന ഭാഗങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പഴയ പുതിയ നിയമങ്ങളിൽ നിന്നും ശ്ലീഹാരായിട്ടും സുവിശേഷ ഭാഗമായിട്ടും ഒക്കെ വായിച്ച് കേട്ടത്. മാമോദീസ, ക്രിസ്തുവിലുള്ള സ്വത്ത്, ഈ വിഷയം ഇന്ന് നമ്മുടെ പഠനത്തിനും വചന ശുശ്രൂഷയ്ക്കുമായിട്ട് എടുത്തിരിക്കുന്നു. ഒരുമിച്ചുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഇന്ന് നമ്മൾ എവങ്കേലിയനായിട്ട് വായിച്ചു കേട്ട വേദഭാഗം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദീമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു വേദഭാഗം കൂടെ ഞാൻ വായിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം പുലിയൂരിനടുത്ത് മുഞ്ഞനാട് എന്ന് പറയുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് സൺഡേ സ്കൂൾ സമാജത്തിന്റെ ശുശ്രൂഷയിൽ ദീർഘനാൾ പ്രവർത്തിച്ച ഒരു സാർ, അദ്ദേഹത്തിന്റെ പേര് എമ്മോ കോശി എന്നാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടന്ന ഒരു സംഭവം കുറിയന്നൂരുകാരൻ റിട്ടയർ ചെയ്ത ടി എ ശ്യാമലച്ചനിൽ നിന്ന് നേരിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ടി എ ശ്യാമലച്ചനായിരുന്നു അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ഇടവകയുടെ വികാരി. എമ്മോ കോശി സാറ് ടി എ ശ്യാമലച്ചനോട് ഒരിക്കൽ പറഞ്ഞു, എന്നുവെച്ചാ വരുന്ന ഞായറാഴ്ച എന്റെ ഭവനത്തിലാണ് ഉച്ചയ്ക്ക് ഊണ്. അച്ഛൻ വളരെ സന്തോഷമായി. കാര്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ് കിട്ടുമല്ലോ. അങ്ങനെ അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞ് എമ്മോ കോശി സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അച്ഛനെ അത്ഭുതപ്പെട്ടു. അച്ഛൻ അല്പം പരിഭവം തോന്നി. കാരണം മറ്റൊന്നുമില്ല, സാറിന്റെ വീടിന്റെ മുറ്റത്ത് അലങ്കരിച്ച ഒരു പന്തൽ. അച്ഛന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു വിശേഷം നടക്കാനായിട്ട് പോയി. ഒന്നേലെ കല്യാണമോ അല്ലെങ്കിൽ അനുബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം. ആരും എന്നോട് ഇത് പറയാതെ ഈ സാർ ഇത് ക്രമീകരിച്ചല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ ഇച്ചിരി കൂട്ടി തോന്നി. ഭവനത്തിൽ കയറി പ്രാർത്ഥനയൊക്കെ നടത്തി ഭക്ഷണത്തിന് ഒരുങ്ങവേ എമ്മോ കോശി സാറ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെയൊക്കെ അച്ഛൻ ശ്രദ്ധിച്ചു. അച്ഛൻ ശ്രദ്ധിച്ചു, നേരത്തെ തന്നെ ശ്രദ്ധിച്ചു. അത്ര നല്ല വസ്ത്രം ധരിച്ചവരൊന്നുമല്ല. ചിലരെങ്കിലും കള്ളിമുണ്ട് ധരിച്ചവരും, ചിലർക്കെങ്കിലും ഫുൾക്കൈയില്ലാത്ത ബെന്നിനും, സ്ത്രീകളിൽ ചിലർക്ക് നൈറ്റിയും ഒക്കെയാണ് ഇരിക്കുന്നത്. അച്ഛൻ ചോദിച്ചു, എന്താണ് ഇവരെ എല്ലാം ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്?
സാർ പറഞ്ഞു, ദൈവം തമ്പുരാൻ ഈ വർഷം എന്റെ പാടത്ത് നല്ല കൊയ്ത്തുണ്ട്. എനിക്ക് വിളവ് ഭയങ്കരമായിട്ടുണ്ട്. വിളവ് ഭയങ്കരമായിട്ടുണ്ടായില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഇവർക്കെല്ലാം എനിക്ക് ലഭിച്ചതിന്റെ ഓരോ ചാക്ക് നെല്ല് ഞാൻ കൊടുക്കാൻ അച്ഛനത് കൊടുക്കണം. എന്താണ് ഐഡന്റിറ്റി? എന്താണ് സ്വത്വം? എന്താണ് ആളത്വം എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. മുഞ്ഞനാട്ടുകാരൻ എന്നുള്ളതല്ല. എം.എം. കോശി എന്ന് പറയുന്ന സൺഡേ സ്കൂൾ അധ്യാപകനോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിന്റെ സെന്റർ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ സമാജവുമായി ബന്ധപ്പെട്ടവനോ എന്നുള്ളതല്ല. ഈ മനുഷ്യന്റെ പാടത്ത് വളഞ്ഞ വിളവിൽ അതിൽ നല്ലൊരു പങ്കും അവിടെ കൃഷി ചെയ്യുന്നവർക്ക് വിതരണം ചെയ്യുന്ന നല്ല കാര്യവിചാരകൻ എന്നുള്ളതാണ് ഐഡന്റിറ്റി എന്നുള്ളത്. നമ്മളെല്ലാം ഐഡന്റിറ്റിയെ കാണുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നമ്മളുടെ സ്ഥാനമാനങ്ങൾ, നമ്മൾ പങ്കുവെക്കുന്നതായ പൊസിഷൻ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഭൗതികത, ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ട്. ഞാൻ നല്ല പ്രാർത്ഥനക്കാരനാണ്, ഞാൻ നല്ല പാട്ട് പാടുന്നവളാണ്, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ ഐഡന്റിറ്റീസ് ആണ് പലപ്പോഴും നമ്മൾ കൊണ്ടുവരുന്നത്. എന്നാൽ അതല്ല എന്നാണ് പറയുന്നത്. അതിനാണ് യേശു കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിലൂടെ ഒരു സംഭവം പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനകത്ത് ഉടനീളം പരിശോധിച്ചാൽ സ്വത്വം എന്ന് പറയുന്നത്, ഐഡന്റിറ്റി എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ മക്കളായി തീരുക എന്നാണ്. വെളിച്ചമുള്ളവരായി തീരുക എന്നാണ് ഒരാളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിക്കോദിമോസിനെ കുറിച്ച് പറയുന്നത്, അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. 19-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നത് ആദ്യം രാത്രിയിൽ വന്നവൻ എന്നാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, വെളിച്ചം ലോകത്തിൽ ഉണ്ടായിരുന്നു, ഇരുളോ അതിനെ കീഴടക്കി. ലോകത്തിൽ ഇരുളുണ്ടായിരുന്നു, ആ ഇരുളുണ്ടായിരുന്ന ലോകത്തിലേക്ക് വെളിച്ചം വന്നു, എന്നാൽ വെളിച്ചം ഇരുളോ അതിനെ കീഴടക്കിയില്ല എന്നാണ് പറയുന്നത്. താഴോട്ടുള്ള വാക്യങ്ങൾ 1:5 തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ രസകരമാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നതിന് അത്രേ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളമായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, അവൻ മുഖാന്തരം ലോകമുളവായി, പക്ഷെ ഈ വെളിച്ചത്തെ ലോകം അറിഞ്ഞില്ല. എന്താണ് നമ്മുടെയൊക്കെ സ്വത്വം, നമ്മുടെയൊക്കെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? വെളിച്ചമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. ആരാണ് വെളിച്ചം? യേശുവാണ് വെളിച്ചം. യേശു ഉള്ളവരായി ജീവിക്കണം എന്നാണ്. അതുകൊണ്ട് ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് വരുന്നതാണ് വാസ്തവത്തിൽ ഈ ക്രിസ്തീയ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമായി തീരുക? ഈ വെളിച്ചത്തിലേക്ക് വരുന്നത് ഒരു പ്രോസസ്സാണ്. വെളിച്ചത്തിലേക്ക് വരുന്ന പ്രോസസ്സിന്റെ ആദ്യത്തെ പടിയാണ് മാമോദീസ എന്ന് പറയുന്നത്. മാമോദീസയിലൂടെ നാം വെളിച്ചത്തിന്റെ മക്കളായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പാടിയ പാട്ട്, വെളിവു നിറഞ്ഞ രക്ഷകനെ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം. കേട്ടോ, വെളിച്ചം കൊണ്ട് ഞങ്ങളെ ഈ സാധനം എല്ലാം മാറ്റി. അതുകൊണ്ട് നമ്മളെല്ലാം യേശു കർത്താവിന്റെ വെളിച്ചമുള്ളവരായി തീരുക എന്ന് പറയുന്നതാണ് ഈ അന്ധകാരത്തെ മാറ്റുക എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിന്റെ 3 കാര്യം പറഞ്ഞ് ഞാൻ അവസാനം. ഒന്നാമത്തെ കാര്യം, ഈ പ്രോസസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് there is a crisis in our identity. നമ്മുടെ സ്വത്വത്തിനകത്തിൽ ചില വെല്ലുവിളികളുണ്ട്. ഇത് നിക്കോദിമോസിന്റെ ജീവിതത്തിലൂടെ യേശു കർത്താവ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. നിക്കോദിമോസിനോട് പറയുകയാണ്, നിക്കോദിമോസ് വന്നത് വേറെ കാര്യമാണ്, പക്ഷെ നിക്കോദിമോസ് പറഞ്ഞ കാര്യത്തിനോടല്ല യേശു കർത്താവ് പ്രതികരിക്കുന്നു. യേശു കർത്താവ് പറയുകയാണ്, നീ ഫ്ലഷ് ഉള്ളവനാണ്, നീ ജഡമുള്ളവനാണ്, ജഡത്തിൽ നിന്ന് നീ മാറണം എന്നാണ് പറയുന്നത്. നിന്റെ ക്രൈസിസ് എന്ന് പറയുന്നത് നീ ഇപ്പോൾ ജഡികനായ മനുഷ്യനാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ വാസ്തവത്തിൽ നിരന്തരമായ നമ്മുടെ പോരാട്ടമുള്ളത് ഈ ഫ്ലഷിനോടാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളുമാകുന്ന ഫ്ലഷിനോടാണ്, ജഡത്തോടാണ് എന്നാണ്. വാസ്തവത്തിൽ നിക്കോദിമോസിന് 3 ക്രെഡൻഷ്യൽസ് ഉണ്ടായിരുന്നു. ഫ്ലഷിൽ, ജഡത്തിൽ 3 ക്രെഡൻഷ്യൽസ്. ഒന്നാമത്തെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ഐഡന്റിറ്റി ഉണ്ട്. എന്താ സ്പിരിച്വൽ ഐഡന്റിറ്റി? അദ്ദേഹം നല്ല ഒരു ലീഡറായിരുന്നു, ഒരു നല്ല ഒരു റിലീജിയസ് ലീഡറായിരുന്നു, ഒരു മത നേതാവായിരുന്നു, മതമേധാവ്, പഠിച്ചവനായിരുന്നു. അതുകൊണ്ടാണ് യേശുവിനോട് വന്ന് ഈ കാര്യം ചോദിക്കുന്നത്. നീ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നല്ലതായിട്ട് അറിയാം, സ്പിരിച്വൽ ഐഡന്റിറ്റി ഉണ്ട്. രണ്ടാമത്തെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ്തവത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ ഐഡന്റിറ്റിയോടൊപ്പം തന്നെ സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, സാമൂഹികമായ ഐഡന്റിറ്റി. അവനൊരു യഹൂദനായിരുന്നു എന്നതാണ്. ഞാനൊരു യഹൂദനാണ് എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നത സ്ഥാനീയനാണ്, അല്ലെങ്കിൽ ഉന്നത കുലജാതനാണ് എന്നാ പറയുന്നത്. യഹൂദനാണ്, അവനൊരു സോഷ്യൽ ഐഡന്റിറ്റി ഉണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അദ്ദേഹം ആർജിച്ചതായ ഒരു ഐഡന്റിറ്റി, അച്ചീവ് ചെയ്ത ഒരു ഐഡന്റിറ്റി. പറഞ്ഞാൽ പൊതുവിൽ നല്ല സമ്മതനായത്, അതുകൊണ്ട് രാത്രി പുള്ളി വന്നു. പുള്ളി പകലെന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മാന്യതായിരുന്നു. പുള്ളി ഈ സമൂഹത്തിൽ നേടിയ കുറച്ച് കാര്യങ്ങളുണ്ട്, ആർജിച്ച കുറെ കാര്യമുണ്ട്. ചെയ്യുന്ന എല്ലാം രാത്രിയിലേ ചെയ്യത്തുള്ളൂ, പകലും ചെയ്തു. അങ്ങനെയുള്ള 3 ഐഡന്റിറ്റിയാണ് പുള്ളിക്കുള്ളത്, ക്രെഡൻഷ്യൽസ് ആ പുള്ളിക്കുള്ളത്. ആ ക്രെഡൻഷ്യൽസ് ഉള്ളതിനോട് യേശു കർത്താവ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷകാരൻ പറയുകയാണ്, ലോകത്തിൽ മനുഷ്യർക്ക് 2 ക്രെഡൻഷ്യൽസേ കാണാവൂ. ഒന്ന്, നീ ഒന്നേലെ ജഡികനായിരിക്കണം, അല്ലെങ്കിൽ നീ ആത്മീയനായിരിക്കണം. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവൻ ജഡികനായിരുന്നു, ജഡത്തിലുള്ളത് മാത്രമേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യമല്ലേ, എന്റെ കാര്യം ഞാൻ പറയാം. ചില ജഡികമായ പ്രശ്നം. ഒന്ന് പെർഫോം ചെയ്യാൻ വലിയ ഇഷ്ടം. ഈ മനുവച്ചനെക്കാട്ട് നല്ലതായിട്ട് കുർബാന എടുക്കാൻ എനിക്കറിയാം, എന്ന് ഞാൻ കാണും. അതിന് ഞാൻ ഇവിടുത്തെ ഓർഗനിസ്റ്റിനോട് നേരത്തെ പറയും, ജി മൈനർ വിളിച്ചോണം, ഞാൻ പാടും. ഞാൻ കുർബാന തുടങ്ങുന്നു, ജി മൈനർ വിളിച്ചാൽ ആ കട്ടയിൽ ഞാൻ പാടും. ഇവിടെ നിന്ന് ആരെങ്കിലും താത്തി കട്ട വിളിച്ചാൽ അവരോട് ഞാൻ പറഞ്ഞേക്കും, നേരത്തെ ഈ കട്ടയിലൊന്ന് ഇട്ടേക്കണം. പെർഫോം ചെയ്യും. ഗായകസംഘത്തിൽ ഈ ഗായകസംഘമല്ല, ചില ഗായകസംഘങ്ങളെ ഞാൻ കണ്ടു പെർഫോം ചെയ്യാൻ. പള്ളിയിലെ പരിപാടിക്കും വരും, പക്ഷെ ബാക്കി നടക്കത്തിലും വരിക. അത് സേവാസംഘം കൊണ്ടേലും വരികയില്ല, പിന്നെ ഇടവിഷം കൊണ്ടേലും വരികയില്ല, മരണത്തിന് ഏതെങ്കിലും വീട്ടിൽ വന്ന് പാടാൻ. പക്ഷേ ഇങ്ങനെ കാര്യമല്ലോ, പെർഫോമൻസ്. ഈ പെർഫോം ഫ്ലഷിന്റെ പ്രശ്നമാണ്. നമ്മളെല്ലാം പെർഫോം ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നം, പ്രൈഡ്. ഞാനോ കുഞ്ചോടിക്കാതെയാണോ? ഞങ്ങളുടെ അമ്മ പറയുന്നത് കിരിക്കാട്ടങ്ങനെയാണ്, കിരിക്കാണ്ടങ്ങയാണ്. എന്റെ പ്രൈഡാ. കിരിക്കാണ്ടങ്ങ എന്നോടാണോ രീതി പറയുന്നത്? ഞങ്ങളുടെ അമ്മ പറയുന്നത് നമ്മൾ പ്രൈഡാ. ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് ഈ എറണാകുളം മഹാരാജാസ്. നീ പഠിച്ചോടാ വല്ല മെസ്സനി
വല്ല അച്ഛനെ അവിടെ കിടക്കുമ്പോൾ മഹാരാജ അല്ല എഞ്ചിനീയറിംഗ് കോളേജ് പറയുകയാണെങ്കിൽ ഞാൻ വിദേശത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് പ്രൈവറ്റ്. പലപ്പോഴും എന്റെ ഫ്ലഷിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രൈഡാണ്. അപ്പൊ പെർഫോമൻസ് ഉണ്ട്, പ്രൈഡ് ഉണ്ട്. പിന്നെ എനിക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ. ഞാൻ ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് എന്റെ വീട്ടിലാണ്. ഇവിടെ പറ്റത്തില്ല, ഭയങ്കര പവറാണ്. എന്റെ ഭാര്യ എപ്പോഴും പറയും, ഓ തലക്കനം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ പിള്ളേരും പറയും ആ ആണത്വം എല്ലാം കാണിക്കും ചില സമയത്ത്. ഭയങ്കര പവറാണ്, അധികാരം, പെർഫോമൻസ്, പ്രൈഡ് ആൻഡ് പവർ. യേശുദാ പറയാണ്, നീ എന്നെ വസൂലാക്കാൻ വരണ്ട, ആദ്യം നിന്റെ ഫ്ലഷിനെ നീ തല്ലി കെട്ടിക്കോളാം. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ പ്രൈഡ് ഉണ്ടോ ഏതെങ്കിലും? പെർഫോമൻസ് മാനേ കാണോ, അതോ പ്രൈഡ് ഉണ്ടോ, അതോ പവറിന്റെ ഒരു വലിയ ചങ്കൂറ്റമുണ്ടോ? അതെല്ലാം നീ കാക്കും. നിനക്ക് യേശുവിനുള്ള ഈ സ്വത്വം വേണമെന്നുണ്ടെങ്കിൽ, യേശുവിനുള്ള പുതിയ ആളത്വമാണെന്നുണ്ടെങ്കിൽ എന്റെ സെൽഫിനെ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ഈ യോഹന്നാൻ അത്യന്തം രസകരമായിട്ട് ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് അറിയാമോ? ഈ ദൈവം മരിച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്നാണ് പറയുന്നത്. 1-ാം അധ്യായത്തിനകത്ത് പറയാണ്, ശരിക്കും വായിക്കണം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവൻ വന്നത് വെളിച്ചത്തിന് സാക്ഷ്യം പറയാനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, വേറെ അതിന്റെയും ഔദാര്യം വേണ്ട. ദൈവം അയച്ചിട്ട് വന്നവൻ അവനോട് പറയുകയാണ്, അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വന്നു. അങ്ങനെ ഉള്ളവനായതുകൊണ്ടാണ്, ഇതൊന്നും ഇല്ലാത്തവനായതുകൊണ്ടാണ് യോഹന്നാൻ 3:30 പറയുന്നത്, ഞാൻ കുറയണം അവൻ വളരും. ഇതാ ഫ്ലഷിന്റെ ഇല്ലാതാക്കലും. എന്നെ ദൈവം അയച്ചിട്ട് വന്നവനാണെന്ന് എനിക്കറിയാം. ഞാൻ കാട്ടതിന് വെട്ടുക്കിളിയും ഭക്ഷിക്കുന്നവനാണ്. ഞാൻ ഒട്ടകത്തിന്റെ രോഗം മാറ്റം കൊടുക്കുന്നവനാണ്. ഞാൻ കേവനാണ്. ഞാനാണ് യേശുവിനെ ഈ റിപ്പന്റൻസിലേക്ക് നയിക്കാത്ത മറ്റേ സാധനം ചെയ്തത്. പക്ഷെങ്കിൽ ഈ യോഹന്നാൻ പറയുന്നത്, ഞാൻ പറയണം അവൻ പറഞ്ഞു. എന്നെ വളരെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ബലഹീനരാണ്. നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്ന ചിലപ്പോഴൊക്കെ ഫ്ലഷ്, ജഡമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കാലം ദൈവത്തോടെ പറയണം, കർത്താവേ എന്റെ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ജീവിക്കുന്നത് ക്രിസ്തു, ഞാനല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രോസസിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ ഫ്ലഷിനെ വിടുക, ഈ ജഡത്തെ ഉപേക്ഷിക്കും. 2, യേശു കർത്താവ് പറയുകയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. ചിലര് പറയുന്ന വെള്ളത്തിൽ ജനിച്ചതല്ലേ രക്ഷയുള്ളൂ, ചിലർ പറയുന്ന അതുപോലെ ആത്മാവിൽ കാത്തിരുന്നാലേ പറ്റും. അതൊക്കെ വാങ്ങിക്കണം. ചോദ്യം ഇതാണ്, വെളിച്ചമുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ, വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ വെളിവുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് വെളിവ് നിറഞ്ഞ രക്ഷകനെ എന്ന് പറയുന്നത്. വെളിച്ചം ചിലർക്കൊക്കെ വെളിവില്ല. അതുകൊണ്ട് വെളിവും വെള്ളിയാഴ്ചയുള്ളവരായി തീരണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. എന്തുവാണ് ഈ വെള്ളത്തിലും ആത്മാവിലും ജനിക്കുക? വിശുദ്ധ മാമോദീസായിലൂടെ സംഭവിക്കുന്നത് ഇതാണ്, വെള്ളത്തിലും ആത്മാവിലുള്ള ജനനമാണ്. അതിന്റെ ആശ്ചര്യമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല, ഇപ്പൊ അതിനുള്ള സമയം. എന്താണ് വിശുദ്ധ മാമോദീസായിലൂടെ ഈ വെള്ളത്തിലും ആത്മാവിലുള്ള ജനനത്തിലൂടെ സംഭവിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരു പുതിയ പേര്. മാമോദീസായി നമുക്ക് കിട്ടുന്നത് ന്യൂ നെയിം, പുതിയ പേര്. ഈ പണ്ട് കാലത്ത് ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പേര് തന്നത്, ഞങ്ങളുടെ അച്ഛനും അമ്മയോട് പറഞ്ഞാൽ പേര് തന്നത് ഈ ഹോസ്പിറ്റലിലല്ല, നേരത്തെ കണ്ടും പിടിച്ചില്ല. പേര് കൊടുക്കുന്നത് പള്ളി വരുമ്പോ ഒന്നല്ലേ അച്ഛനാണ് പേര്, അച്ഛനാണ് പേര്.
അന്നേരം വിളിക്കുക. ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചാക്കോച്ചൻ മാമോദീസ മുഴുകപ്പെടുന്നു, മറിയാമ്മ മുഴുകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പുതിയ പേര് എനിക്ക് ദൈവം പറയാൻ തരുന്നത്. ഇപ്പൊ പപ്പായുടെയും മമ്മിയുടെയും കൂടെ ചേർന്നാൽ വീഴും. പേരിന്റെ ആദ്യവും ആരാവസാനവും എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾക്കൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഈ മാമോദീസയിലൂടെ സംഭവിക്കുന്നത് ഒരു പുതിയ പേര്, ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു പുതിയ സ്വത്ത് ലഭിക്കുകയാണ്. രണ്ടാമത് മാമോദീസയിലൂടെ ലഭിക്കുന്നത് ഒരു പുതിയ കുളി നടക്കുക, ന്യൂ ക്ലൻസിംഗ്, ഒരു കഴുകൽ നടക്കുക. അതുകൊണ്ടാണ് എന്നും കുളിക്കാത്തവരാണ് കൊച്ചു കുഞ്ഞുങ്ങൾ. ജനിക്കുന്ന അന്ന് മുതലേ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ വന്ന് ഈ തൊട്ടിക്കാതെ വീണ്ടും കുളിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു ഒരാവശ്യമുള്ള കാര്യമില്ല. പക്ഷെ ഇവിടെ പറയാണ്, ഇത് കുളിച്ചതോടുകൂടി നീ പുതിയ ഒരു വസ്ത്രമുള്ളവനായി തീരുകയാണ്. നീ കുളിയതോടുകൂടി നീ പുതിയ മനുഷ്യനായി തീരുകയാണ്. അതുകൊണ്ടാണ് ഈ മൂടലൊക്കെ ഈ വെള്ളത്തിനകത്ത് ഒഴിച്ച് ഈ ചൂടുവെള്ളം പച്ചവെള്ളം കൂടെ ചേർന്ന് ഇതിനെ പറ്റി പറയാൻ സമയമില്ല. ഇവിടെ കുളിച്ച് അവൻ പുതിയ മനുഷ്യനായി തീരുകയാണ്. പറയുകയാണ്, ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ ശ്രീവാടെ അടയാളത്താൽ വിശുദ്ധ മൂറോൻ കൊണ്ട്, മൂറോനാണ് ഇതിനകത്ത് ഒഴിക്കുന്നത്, മൂറോൻ കൊണ്ട് ഇവൻ പുതിയ മനുഷ്യനായി തീരുന്നു. മാമോദീസ മുഴുകപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്നെ നടത്തുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും വിചാരിക്കുകയാണ്, എടാ ആ കുളി പോരായോ എന്ന് ഇപ്പോഴും സംശയമാണ്. അപ്പോഴാണ് വേറെ എന്താ വന്ന് പറയുന്നത്, ആ പുതിയ കുളി വെള്ളം വന്നിട്ടുണ്ട്, അത് കുളിക്കുന്നതായിരിക്കും. നീ പള്ളിയിലെ കുളി ഇതുവരെ ശരിയായിട്ടില്ല കേട്ടോ, പുതിയൊരു കുളി വന്നിട്ടുണ്ട്, അവിടെ കുളിക്കണം. ഇപ്പൊ പറഞ്ഞായിരുന്നു അതിനകത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ മനസ്സിലായി പോക്കറ്റിൽ മുഴുവൻ കാര്യമാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അടുത്ത കുളി അവിടെ അവളോട് കൊടുക്കും. ഇവിടെ കുളിച്ചത് നന്നായി മതി. അതുകൊണ്ടാണ് ഇപ്പൊ നിത്യാവിശ്വാസ പ്രമാണം പറഞ്ഞത്, പാപമോചനത്തിനുള്ള മാമോദീസ. അതിനെ വേറെ ഈ മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ ഒരു കുഴപ്പമാണ്. പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രം. ഒന്നെന്ന് പറഞ്ഞാൽ ഒരിക്കൽ. ഇനി വേറെ വിളിക്കാനൊന്നും പോകണ്ട, വെട്ടിയാടൊന്നും ചെയ്യണ്ട. ഈ കുളി മതി. ഈ കുളി പാപമോചനത്തിന്റെ നിത്യജീവന്റെ പ്രത്യാശയാണ് ഈ കുളി എന്ന് പറയുന്നത്. ഈ മാമോദീസ തൊട്ടിയിൽ ഈ ന്യൂ കുളി കിട്ടിക്കഴിയും. മൂന്നാമത്തെ കാര്യം, മാമോദീസ പുതിയ ആത്മാവിനെ കിട്ടി, ന്യൂ സ്പിരിറ്റ്. നമ്മൾ മലയാളത്തിൽ ഭയങ്കരമായ പരിമിതികളുണ്ട്. കുഴപ്പമൊന്നുമല്ല, പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വെള്ളത്തിൽ നിന്ന് ജനിച്ചവൻ വെള്ളത്തിൽ, ജലത്തിൽ നിന്ന് ജനിച്ചവൻ ജലത്തിൽ, ആത്മാവിൽ നിന്ന് ജനിച്ചവൻ അവിടെ കുഴപ്പം. നമ്മൾ ധരിച്ചിരിക്കുന്നത് വേറെ, ഇംഗ്ലീഷ് വായിക്കണം. ആത്മാവെന്ന് ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന എസ്, ക്യാപിറ്റൽ എസ്, രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന സ്മോൾ എസ്. ഇതിന് ഒറ്റ വ്യത്യാസമുണ്ട്. ഈ രണ്ടിനും ഒരേ വാക്യ മലയാളത്തിലുള്ളൂ. ആദ്യത്തേന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ്, ക്യാപിറ്റൽ എസ് പരിശുദ്ധാത്മാവ്, സ്മോൾ എസ് നമ്മളിലുള്ളത്. അപ്പൊ പറയാണ്, ആത്മാവിൽ നിന്ന് ജനിച്ചവൻ കുറച്ചുകൂടെ നല്ല ആത്മാവുള്ളവനായിരിക്കും എന്നാണ്. നമ്മളെ പറയുന്നത് എന്താ അറിയോ, പിന്നെ ഇടപെടലില്ലാതെ എന്തൊക്കെ ഭാഷ സംസാരിക്കുന്നതാണ് ആത്മാവ്. ഇത് പറയുന്നു, ഒരു ജീവനില്ല പ്രാർത്ഥനയാണ്. അച്ഛൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയും, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജീവനില്ലാത്ത പ്രാർത്ഥന. അച്ഛന്റെ പ്രസംഗത്തിൽ ഒരു ശക്തി ഏതാണ്ട് ഇങ്ങനെ വലിച്ചു കീറിയാൽ വിടുന്നതാണ്, ഇങ്ങനെ സ്പീഡിൽ പറയുന്നതാണ് ആത്മാവ്. ഇടയ്ക്ക് കുട്ടിന് ദേഹാവിനെ ഇതുപോലെ ഹല്ലേലൂയ എന്താണ് പറയാണ്. ഈ മാമോദീസയുടെ പുതിയ ആത്മാവ്, ന്യൂ സ്പിരിറ്റ്. ഈ നിങ്ങൾ കേൾക്കാത്ത ഒരു കാര്യമുണ്ട്, ഈ കുർബാന പ്രാർത്ഥനയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്, ഞങ്ങൾ പുതിയ ആത്മാവിനെ ധരിച്ച് പുതിയ മനുഷ്യരായി പുതിയ ലോകത്തിൽ വിവേകവും ജ്ഞാനവും ഉള്ളവരോടുകൂടെ യാത്ര ചെയ്യത്തക്കവണ്ണം ഞങ്ങളെ നിഷ്കളങ്കവും നിർമ്മലരും ആക്കി തീർക്കണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പുതിയ മനുഷ്യരായി
പുതിയ ലോകത്തിലേക്ക് യാത്ര ചെയ്യണം കേട്ടോ. പുതിയ മനുഷ്യരും പുതിയ ലോകവും. ഞങ്ങൾ പഴയ ആൾക്കാർ തന്നെ, പക്ഷെ പുതിയ മനുഷ്യരായി പുതിയ ലോകത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പെർസ്പെക്റ്റീവിലുള്ള മാറ്റമാണ്, എന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റമാണ്. ഞാൻ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ഞാൻ പുതിയ ഒരു സ്പിരിറ്റിന്റെ ആത്മാവായി കഴിയുമ്പോൾ, ഒരു പുതിയ സ്പിരിറ്റ് ഉള്ളവനായി കഴിയുമ്പോൾ ആള് വന്നു. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആളാണ് ഞാൻ പറയാൻ പോകുന്നത്, എടുക്കരുതല്ലോ. ചിലരെ മറ്റേ സ്പിരിറ്റ് അകത്തിയെന്ന് കഴിഞ്ഞാൽ പിന്നെ നവനകത്തി എന്നാൽ പിന്നെ വേറെ ആളാണെന്ന് പറയുന്നത്. ആത്മീയത അതില്ല. സ്വത്രമായില്ലെങ്കിലും ആടിച്ചു കഴിയുള്ളൂ. ഈ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇരിക്കുമ്പോ സ്തോത്രം, നിൽക്കുമ്പോ ഹല്ലേലൂയ, കൂടുമ്പോ കുന്നായ്മ. ഇതാണ് ഇതിരിക്കുന്നത്. ഇരിക്കുമ്പോ നിന്നാലോ ഹല്ലേലൂയ തന്നെ, കൂടിയാൽ എന്തോ സ്പിരിറ്റ് ആയിട്ട് എനിക്കറിയാം. നിങ്ങളുടെ കാര്യമൊന്നുമല്ലേ. അപ്പൊ വെള്ളത്തിനും ആത്മാവിനും നിങ്ങൾ ജനിക്കണമെന്ന് പറഞ്ഞാൽ നിക്കോദിമോസിനോട് പറയാണ്, നിക്കോദിമോസേ, നിന്റെ ഈ ഫ്ലഷ് എല്ലാം അടിച്ച് ദൂരെ കളഞ്ഞിട്ട് നീ പുതിയ മനുഷ്യനാണ്. വിശുദ്ധ മാമോദീസയിലൂടെ എല്ലാവരെയും വാസ്തവത്തിൽ പുതിയ മനുഷ്യരാക്കി തീർത്തു. ഇന്ന് നിങ്ങൾ പോയതിനു മുമ്പ് ആ മാമോദീസ തൊട്ടേ അവിടെ വരെ നിങ്ങൾ പോയിട്ടേ പോകണം. ഇവിടെ ഇരിക്കുന്ന പലരെയും മുക്കിയത് അതിനകത്തില്ല. അല്ലെ ഇതുപോലെ ഒരു ഫോണിലാണ് നിങ്ങളെല്ലാം മുങ്ങിയത്. ദൈവം എന്നെ പുതിയ മനുഷ്യനാക്കിയല്ലോ, പുതിയ മനുഷ്യയാക്കിയല്ലോ എന്നെങ്കിലും ഒന്ന് കണ്ട് പറഞ്ഞേച്ചാൽ മതി. എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്കർത്താവ് പറയുകയാണ്, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്, എന്നാൽ വെള്ളത്തിലും ആത്മാവിലും നീ ജനിക്കണം, ഒരു പുതിയ മനുഷ്യനാണ്. മൂന്നാമത്തെ അവസാനത്തേക്ക് യേശുക്കർത്താവ് പറയുകയാണ്, നിനക്കൊരു ആത്മാവിന്റെ ഒരു നടത്തിക്കൊണ്ടാണ് എന്നാണ് ന്യൂ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ഈ 8ാമത്തെ വാക്യത്തിനകത്തിൽ യേശുക്കർത്താവ് പറയുന്ന ഒരു കാര്യം പറയുന്നത്, കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം കാറ്റ് പോലാണ്. ഭയങ്കര വേഗതയാ ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടോട്ട് പോകുന്നെന്നോ അറിയുന്നില്ല, അത് ഇഷ്ടമുള്ളവർക്ക് പോകുന്നു. ആത്മാവിനാൽ ജനിച്ചവരെല്ലാം കാറ്റ് പോലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാറ്റിനെ നമുക്ക് അറിയാൻ പറ്റുന്നത്? കാറ്റ് ഫീൽ ചെയ്യുന്നത്, കാറ്റിനെ ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ ജനിച്ച ഡൈവിച്ചാണ്ടിയച്ഛനെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യണം, ഇയാളൊരു ആത്മാവുള്ള മനുഷ്യനാണല്ലോ, വളരെ ലക്ഷ്യതയുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. മാമോദീസ സ്വീകരിച്ച കുഞ്ഞുകുട്ടി ആ കാലഘട്ടത്തിൽ ഞങ്ങളും വാസ്തവത്തിൽ കാറ്റ് പോലായിരിക്കണം. ചോദ്യം, തോമസ് സ്വദേശി എന്റെ അടുക്കലൂടെ പോകുമ്പോൾ ആ കാറ്റടിക്കുന്നുണ്ടോന്നുള്ള ചോദ്യം. ഞാൻ തോമസ് സ്വദേശിയുടെ അടുക്കള പോകുമ്പോൾ എന്റെ കാറ്റ് തോമസ് സ്വദേശിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നിലുള്ള ഈ ആത്മീയ ചൈതന്യം ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അല്ലാതെ ഞാൻ ഇവിടെ കിടന്ന് എത്ര തുള്ളിച്ചാടിയിട്ടു, എത്ര ഹല്ലേലൂയ പറഞ്ഞിട്ടു, എത്ര വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടു ഒരു പോയി. ഒരു പാട്ടുണ്ട്, ആത്മാവുള്ളിടത്ത് കോലാഹലം ഉണ്ടെന്നൊക്കെ ആ പാട്ടിനകത്ത്. അങ്ങനെ കോലാഹലം ഉള്ളതല്ല ആത്മാവ്. ആത്മാവുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു ഫീൽ ചെയ്യണം. ഈ അച്ഛൻ കുറച്ചുകൂടെ കണ്ടാച്ചിരിക്കുന്നവനാണ് കേട്ടോ, അതേ ഉള്ളൂ ആത്മാവ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛൻ അടുത്ത് വന്നാൽ എന്നെ ഒന്ന് തോന്നും, അതാ എന്റെ ആത്മാവ്. അല്ലാതെ ഈ കുഞ്ഞിനെ എന്തോ ആത്മാവെന്ന് പറയുന്നത് ഞാൻ അവന്റെ തലയെ കൈവച്ച് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ അച്ഛൻ കണ്ടാൽ
ഈ അച്ഛൻ എന്നെ കണ്ടാലൊന്ന് തല കൊടുക്കുകയും ഈ അച്ഛൻ വല്ലപ്പോഴും എന്നെ കണ്ടാൽ പേര് വിളിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവുള്ളത്. അവിടെ പറഞ്ഞത് കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നു എവിടെ നിന്ന് ഊതുന്നു അറിയുന്നില്ല. അത് തീയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വാസ്തവത്തിൽ വേണ്ടത് ഇങ്ങനെയുള്ള ഒരു പുതിയ ജനനമാണ്. We should feel, others should feel the spirit in me. എന്നിലുള്ള ആത്മീയ ചൈതന്യത്തെ, എന്നിലുള്ള ആത്മാവിനെ മറ്റുള്ളവര് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവായി തീരണം. പറഞ്ഞു 2 ഇൻസിഡന്റ് പറഞ്ഞ അവസാനം. ഒന്ന്, ഈ വെള്ളപ്പൊക്കത്തിൽ നടന്ന ഒരു സംഭവം. ഞാന് കൃത്യമായ ആ പ്രദേശം ഓർക്കുന്നില്ല. കണ്ണൂരിനടുത്ത് ഏതൊരു സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയാണ്, നോർത്ത് ഓഫ് കേരള ഏതൊരു ഭാഗം. ഒരു മനുഷ്യൻ, രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രാജേഷ് ഈ വാട്ടർഫോൾസിൽ, വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നീന്തൽ പഠിപ്പിക്കുന്നതാണ്. പുള്ളിക്ക് സകല അഭ്യാസമാണ്. അങ്ങനെ ഇരിക്കാനാണ് ബെന്നി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു തുരുത്തിൽ അകപ്പെട്ടു പോയി എന്ന് മനസ്സിലായി. അപ്പൊ ഈ രാജേഷ് സർവ്വസന്നാഹമായിട്ട് അവിടെ ചെന്ന് ഈ ബെന്നിയെ രക്ഷിച്ചു. പക്ഷെ ബെന്നിയെ ഇപ്പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ പറ്റിയേ. രാജേഷ് എന്തോ ചെയ്തെന്നറിയാമോ? രാജേഷ് തനിക്ക് സ്വയരക്ഷയ്ക്കായി ഉപയോഗിച്ച ഈ ലൈഫ് ജാക്കറ്റ് എടുത്ത് ബെന്നിക്ക് ഇട്ടുകൊടുത്തു. ബെന്നി രക്ഷപ്പെട്ടു. പക്ഷേ രാജേഷ്, ഇതാണ് ആത്മാവുള്ളവൻ എന്ന് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞതല്ലേ, കാറ്റിഷ്ടമുള്ളത് തോന്നുന്നു, കാറ്റിഷ്ടമുള്ളത് തോന്നുന്നു. അവിടെ നിന്ന് എവിടെ നിന്ന് വരുന്നോ എവിടെ പോകുന്നോ ഒന്നും അറിയുന്നില്ല. ആത്മാവുള്ളവൻ എല്ലാം തന്നെയാണ്. അവിടെ ഈ ധാരണയുണ്ട്. അതൊന്ന് മാറ്റാൻ വേണ്ടി അത് വായിച്ചോളൂ, നിങ്ങൾ വായിച്ചു. രണ്ടാമത്തെ ഈ കടമ എഴുതുന്നതാണ് C.I. ജോർജ്. തിരുവേലി ഏറെ ഞങ്ങളുടെ പള്ളിയിൽ ഇരുന്നാണ്. ആ സമയത്ത് ട്രസ്റ്റി ആയിട്ട് തിരുവേലിയുള്ള 3 വർഷം ഒരു അവകാശം പറഞ്ഞ ഒരാളാണ്. പിന്നെ ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് തിരുവേലി കാണുക. തിരുവേലിക്ക് ഒരു സ്വഭാവമുണ്ട്. തിരുവേലി മുഖത്തോട് മനുഷ്യനെ നോക്കുന്നതിനെക്കാട്ടിലും മറ്റേതെങ്കിലും ശരീരഭാഗം കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പൊ എന്റെ ഈ തള്ളവരല്, ഞങ്ങളുടെ അമ്മമാർക്കെല്ലാമുള്ള തള്ളവരലിന്റെ നഖം, അപ്പൊ എന്നെ പെട്ടെന്ന് കണ്ടിട്ട് പറയാൻ മുന്നോടിക്കാരിലെയാണല്ലോ ഈ നഖം. എന്നോട് എന്റെ അച്ഛ, നിങ്ങളുടെ കുടുംബത്തിലെ ആമറാച്ച് ഒരു വിശ്വസ്തനായ ഒരു മനുഷ്യനായി, ഒരു ട്രസ്റ്റിയായി. അപ്പൊ ട്രസ്റ്റി അക്കൗണ്ടായിരുന്നു ഈ അച്ഛൻ. ഈ അച്ഛനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഈ അവകാശം കണക്കെഴുതിക്കൊണ്ട് വന്നാൽ നല്ല നീറ്റായി. അവകാശം കണക്കെഴുതിയാൽ വെട്ടിത്തിരുത്തില്ല. പണ്ടത്തെ കാലത്ത് തിരുവേലി അവിടെ അച്ഛനായിട്ടിരിക്കുന്ന സമയത്ത് ഈ വൈറ്റ്നർ ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല. കമ്പ്യൂട്ടറും വൈറ്റ്നറും ഇല്ലാത്ത കാലത്ത് എഴുതുന്നത് നല്ല ക്ലിയർ ആയിരിക്കും, വെട്ടിത്തിരുത്തില്ലാത്ത കൃത്യമായിരിക്കും. ഇതാണ് ഐഡന്റിറ്റി. ഇതാണ് തത്വം. അവരാച്ചൻ ഇങ്ങനത്തെയാന്നല്ല പറഞ്ഞത്. അവരാച്ചൻ വലിയ ആത്മീയ പ്രവർത്തനക്കാരനാന്നല്ല പറഞ്ഞത്. അവരാച്ചൻ കണക്കെഴുതിയാൽ വെട്ടിത്തിരുത്തില്ല. ഇതാ വിളിച്ചോന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിക്കോദിമോസിനോട് രാത്രി വന്ന നിക്കോദിമോസ് ഇങ്ങനെ പുതിയ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ 19-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യത്തിനകത്ത്, ഇനി ഞാൻ ഇരുട്ടിലല്ല നടക്കുന്നത്, വെളിച്ചത്തിനാണ്. ഈ കർത്താവിനെ ഭൗതിക ശരീരം അടക്കാൻ പൊന്നും കൂറും എല്ലാം പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നൈനിറ്റാലിയത്തിന് 57 വർഷത്തെ പാരമ്പര്യം പറയാനുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മാറ്റവും വന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം, അച്ഛോ വെളിച്ചമില്ലെന്ന് പറയണം. അച്ഛനിൽ ഇപ്പോഴും ഡാർക്ക്നെസ് ആണ് പറയുന്നത്. ആ ഒരൊറ്റ വാചകം മതി എനിക്ക് മാറ്റം ഉണ്ടാകും. നമ്മുടെ തലങ്ങളെ നോക്കുക, ശാന്തമായി ദൈവസന്നിധിയിൽ